ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവ് എന്നിൽ കത്തിപ്പടരണമേ. ഈ ശുശ്രൂഷ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കുന്തോറും ആഗ്രഹിക്കുന്തോറും അത് സംഭവിക്കും. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. ആമേൻ. എന്നിൽ കത്തിപ്പടരണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ചേർന്ന് പാടിക്കേ. ആമേൻ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്നെ ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണം, എന്നിൽ കത്തിപ്പടരണം. എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഞാൻ വെറുതെ ജീവിക്കാനല്ല, ആത്മീയ അഭിഷേകത്തോടുകൂടെ ജീവിക്കാനാണ്. ഇന്ന് ഞാൻ ഏത് വിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നുവോ, ഏത് വ്യക്തിയുടെ മുമ്പിൽ അടിയറ വയ്ക്കപ്പെട്ടുവോ, ഏത് തരത്തിലുള്ള തിന്മയ്ക്കാണോ ഞാൻ കെട്ടപ്പെട്ടത്, ഏത് വിഷയത്തെക്കുറിച്ചാണോ ഞാൻ ആകുലപ്പെടുന്നതും അമിതമായി ദുഃഖിക്കുന്നതും, കർത്താവിൻ്റെ ശക്തി ആ വിഷയത്തിൽ ഈ വചന ശുശ്രൂഷ സമയത്ത് തന്നെ വലിയൊരു ഡെലിവറൻസ്, വിടുതൽ നൽകട്ടെ. കർത്താവെ, ആത്മീയ മേഖലയിൽ എനിക്കൊരു പുത്തൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവെ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. ആമേൻ. ആഗ്രഹിക്കട്ടെ. കത്തിപ്പടരണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. വളരെ പ്രത്യേകിച്ച് നീ പ്രാർത്ഥിച്ചോ. ആത്മീയ മേഖലയിൽ വളരുന്നതിന് നിനക്ക് തടസ്സം നിൽക്കുന്ന ഏത് കാര്യമാവട്ടെ, ആ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത ശക്തി കടന്നു ചെന്ന് വിടുവിക്കട്ടെ. ആത്മീയമായി വളരുന്നതിന് തടസ്സം നിൽക്കുന്ന ഏത് കാര്യമാവട്ടെ, ആ മേഖലയിൽ ഒരു വിടുതൽ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. കർത്താവെ, ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ അവസ്ഥയിൽ എനിക്കൊരു മാറ്റം വേണം, ഈ ഒരു അവസ്ഥയിൽ എനിക്കൊരു മാറ്റം വേണം. കുറേ അധികം പേരിൽ മരവിപ്പ്, മുരടിപ്പ്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, തീഷ്ണതക്കുറവ്, എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹക്കുറവ്, ഒന്നിനോടൊരു സന്തോഷം തോന്നാത്തൊരവസ്ഥയുണ്ടാവാം. ഈ സമയത്ത് ആഗ്രഹിച്ചിട്ടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവേ എന്നെ കത്തിപ്പടർത്തണമേ. എൻ്റെ ഉള്ളിൽ നിന്റെ ചൈതന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ ഉള്ളിൽ കത്തിപ്പടരണമേ. ആഗ്രഹിച്ച് ചേർന്ന് പാടിക്കേ. എന്നിൽ കത്തിപ്പടരണമേ. ആമേൻ. എന്നിൽ കത്തിപ്പടരണമേ. ചേർന്ന് 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 പരിശുദ്ധ അമ്മ വളരെ സാധാരണക്കാരിയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിവുള്ളവളായി പരിശുദ്ധ അമ്മ മാറി. ഈ ശുശ്രൂഷ സമയത്ത് അതേ അഭിഷേകം നമ്മിൽ നിറയാനും നമ്മൾ ആഗ്രഹിക്കട്ടെ. അതേ അഭിഷേകം നമ്മിൽ നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ അതേ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഒരു സുന്ദരമായ വചനം നൽകി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ ഉള്ളവരൊക്കെ ബൈബിൾ എടുക്കണം. വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തി നമ്മിലൊക്കെ ഈ ശുശ്രൂഷ സമയത്ത് നിറയുന്ന ഒരു അനുഭവം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ്.
ഉറങ്ങുന്നവൻ ഉണരണം. നമ്മളിൽ പലരും ആലസ്യത്തിലാണ്, ചില ക്ഷീണത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകൻ പറഞ്ഞ പോലെ, ഒരു സുഖം തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ ഒരു സുഖം തോന്നുന്നില്ല, ഒന്നിനോട് ഒരു താല്പര്യം തോന്നുന്നില്ല, വല്ലാത്തൊരു മരവിപ്പ്, ഒരു സന്തോഷമില്ല, എന്താണെന്നറിഞ്ഞുകൂടാ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഒരുപക്ഷെ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും, അല്ലേ, കാലാവസ്ഥയുടെ ആയിരിക്കും. അയാൾ തന്നെ ന്യായം പറയുകയാണ്. ഒരു സുഖം തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. പണ്ടൊക്കെ ഞാൻ കുറേ കൊന്ത ചെല്ലുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കൊന്ത എടുക്കുമ്പോൾ തന്നെ എന്താണെന്നറിഞ്ഞുകൂടാ, ഒരു ഉന്മേഷമില്ല, ഒരു പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ബൈബിള് തുറക്കാൻ തോന്നുന്നില്ല, ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സൗദി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെ ഒരു ഉന്മേഷമില്ല, ഒരു ഉണർവില്ല, ഒന്നിനോടൊരു താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാൻ തോന്നുന്നില്ല, ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും വല്ലാത്തൊരു മരവിപ്പ്. ഇതാ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. 5-ാം അധ്യായം 14-ാം തിരുവചനം, ഉറങ്ങുന്നവനെ ഉണരുക, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു സുന്ദരമായിട്ടുള്ള വചനഭാഗം, അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളാണ്. അതിനൊരു ഹെഡിങ്, സുന്ദരമായൊരു ഹെഡിങ് ഉണ്ട്. നായീനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. ഇതാണ് ഹെഡിങ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. എങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു പുതിയ അഭിഷേകം നൽകും. അത് യാതൊരു സംശയമില്ല. അതാണ് വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ നായീൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. നായീൻ ഏതാണ് പട്ടണം? പട്ടണത്തിന്റെ പേര് പറഞ്ഞേ. നായീൻ എന്നാണ് പട്ടണം. നായീൻ, നായീൻ. നമുക്കറിയാം, നമ്മളൊക്കെ താമസിക്കുന്ന ഓരോ സ്ഥലത്തിന് ഓരോ പേരുകളുണ്ട്. ഈ പട്ടണത്തിൻ്റെ പേര് നായീൻ എന്നാണ്. ഈ സ്ഥലം, അതായത് നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും 8 കിലോമീറ്റർ കിഴക്ക് മാറിയുള്ള ഒരു കൊച്ചു ഗ്രാമപ്രദേശത്തെയാണ് ഈ നായീൻ എന്ന് പറയുന്ന പട്ടണം. നായീൻ എന്ന് പറയുന്ന പട്ടണം. നായീൻ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. നായീൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട, പ്രസന്നവധ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്താണ് നായീൻ എന്ന വാക്കിൻ്റെ അർത്ഥം? സന്തുഷ്ട, സന്തുഷ്ടമായത്, പ്രസന്നമായത് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ നായീൻ എന്ന പട്ടണത്തിലെ ഒരു വിധവയാണ് നമ്മൾ കാണുന്നത്. ഈ വിധവ അത്ര സന്തുഷ്ടയല്ല. ഈ വിധവ കരച്ചിലാണ്, സങ്കടത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വചനം, നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം അവൻ നായീൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈശോ ആ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു വിലാപയാത്ര എതിരെ വരികയാണ്. ഒരു ശവസംസ്കാര യാത്ര, ഒരു വിലാപയാത്ര എതിരെ വരികയാണ്. അതിൽ ഇതാ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഒരു വിധവ. ഈ പട്ടണത്തിന്റെ പേരെന്താന്ന് പറഞ്ഞേ? നായിൻ. ആ പട്ടണത്തിന്റെ ആ പേരിന്റെ അർത്ഥം എന്താ? സന്തുഷ്ട, അല്ലേ? പ്രസന്നവധ എന്നൊക്കെയാണ് അർത്ഥം.
പക്ഷേ ഈ പേരിന് ചേരുന്നതാണോ ഇപ്പൊ കാണുന്ന കാഴ്ച? ആണോ? അല്ല, ഒട്ടുമേ അല്ല. നേർ വിപരീതം അല്ലേ? നമ്മുടെയൊക്കെ പലരുടെയും പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പേരും സ്വഭാവവും തമ്മിൽ യാതൊരു ചേർച്ചയില്ല അല്ലേ? ചില പേരുകളൊക്കെ കേട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. ഒരു വീട് കുത്തി തുറന്ന് ഒരുത്തൻ മോഷ്ടിച്ചു, എന്നിട്ട് അവനെ പോലീസ് പിടിച്ചു. അവൻ്റെ പേരെഴുതിയിരിക്കുകയാണ് സത്യശീലൻ. ആഹാ, സത്യശീലൻ എന്നാണ് പേര്. അവനെയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. 51 വയസ്സുണ്ട്. അവൻ്റെ പേരും വയസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. പേരും സ്വഭാവവും തമ്മിൽ അങ്ങ് ചേരുന്നില്ല അല്ലേ? പേര് സ്വഭാവം തമ്മിൽ ചേരുന്നില്ല. കഴിഞ്ഞ നാളിൽ ഒരു ഭാര്യ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞ, അച്ഛാ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പം ഞാൻ ഈ പേരെഴുതി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഭർത്താവിൻ്റെ പേര് പറ, എഴുതി വെക്കാം, പ്രാർത്ഥിക്കാം. അവ പറഞ്ഞ് ഭർത്താവിൻ്റെ പേര് ശാന്തൻ. പേര് ശാന്തൻ, പക്ഷെ സ്വഭാവം ദേഷ്യക്കാരൻ അല്ലേ? ഇവിടെ ഇരുന്ന് ചിന്തിച്ച് ഓരോരുത്തരുടെയൊക്കെ ചില പേരുകളൊക്കെ സ്വന്തം പേര് തന്നെ ചിന്തിച്ചാൽ മതി അല്ലേ? പേരും സ്വഭാവവും തമ്മിൽ യാതൊരു തരത്തിലുള്ള സാമ്യമില്ല. നേർ വിപരീത സ്വഭാവം. ശാന്തൻ അല്ലേ? എന്തെല്ലാം പേരുകളാണ്. നമ്മൾ ഓരോ പേരുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പേരിനും ഒരു അർത്ഥമുണ്ട്. എല്ലാ പേരിനും ഒരു അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ പേരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്താണ് പേരെന്ന്. ആ പേരിനൊരർത്ഥമുണ്ട് കേട്ടോ, ആ പേരിനൊരർത്ഥമുണ്ട്. അപ്പോ ഇവിടെ ബൈബിള് പഠിപ്പിക്കുന്നത് നായീൻ എന്ന് പറയുന്ന ഒരു ഗ്രാമം സന്തുഷ്ടമായ സ്ഥലം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പുറമേ നാട്ടുകാർക്കൊക്കെ അങ്ങനെയാണ് ഒരു ചിന്ത. എന്നാൽ ദേ ഗ്രാമത്തിലോട്ട് കയറിയപ്പോൾ കണ്ട കാഴ്ച നേർ വിപരീതം. ചില വീടുകൾ അങ്ങനെയുണ്ടല്ലോ അല്ലേ? നമ്മുടെയൊക്കെ നാടുകളിലെ ചില വീടുകൾ പുറമേ നോക്കുമ്പോൾ മനോഹരമായ വീട്, നല്ല സുന്ദരമായ പെയിന്റിങ്, നിർമ്മാണ രീതി, പുറത്ത് കിടക്കുന്ന വണ്ടി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒയ്യോ അല്ലേ, എന്ത് രസമാണ്. എന്നാൽ ആ വീട്ടിലൊക്കെ കയറി അകത്തിരുന്ന് 5 മിനിറ്റ് സംസാരിക്കുമ്പോഴറിയാം ഈ കണ്ടതൊന്നുമല്ല അകത്തുള്ളത്, പുറമേ കണ്ടതല്ല അകത്തുള്ളത്. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലേ? പുറമേ കാണുന്ന കാഴ്ച എന്നല്ല ഒറിജിനല്. ഇതാ നായീൻ എന്ന് പറയുന്ന പട്ടണത്തില് ഈശോ കണ്ടത് ഒരു വിലാപയാത്രയാണ്. ശവസംസ്കാര യാത്ര, വിലാപയാത്ര, സങ്കടം, ഭാരപ്പെട്ട ഒരമ്മ, അമ്മയുടെ കണ്ണുനീര്, ഇതാണ് ഈശോ കണ്ടത്. ലൂക്കാസ് വിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം, 13ഉം 14. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അപ്പൊ ഈ വിലാപയാത്ര കണ്ട് ഈശോ നേരെ ഓപ്പോസിറ്റ് വരുന്നു. അമ്മ കരയാണ്. ആകപ്പാടെയുള്ള മകൻ മരിച്ചുപോയി, ഇനി എന്താ ഉള്ളേ? എല്ലാ പ്രതീക്ഷയും തീർന്നു. നമ്മുടെയൊക്കെ ചിലരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? എല്ലാ പ്രതീക്ഷയും തീർന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ് പോലുമില്ല. ഇനിയൊന്നും മെച്ചപ്പെടാൻ ഒരു സാധ്യതയുമില്ല. എല്ലാ പ്രതീക്ഷയും തീർന്നു. ദേ അങ്ങനെയുള്ള ഒരു വിലാപയാത്ര. ഏകമകൻ മരിച്ചു, ഇനി എനിക്ക് ആരാ ഉള്ളേ? എല്ലാ പ്രതീക്ഷയും തീർന്ന സ്ത്രീ. ഈശോ ആ സ്ത്രീയുടെ അടുക്കലോട്ട് വന്നിട്ട് പറഞ്ഞു, കരയേണ്ട. എന്താ പറഞ്ഞേ? കരയേണ്ട. ഈശോ പറയാണ്, നീ എന്തിനെ ഓർത്ത് വിഷമിക്കുന്നോ? നീ കരയണ്ട. ഒരുപക്ഷെ ഇത് കേട്ടപ്പോ ചിലരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, എത്ര നാളായിട്ട് ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ? നീ വിഷമിക്കേണ്ട, കരയേണ്ട, കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഈ സ്ത്രീയും ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ചിന്തിച്ചത്. ഏകമകൻ മരിച്ചു. വീട്ടിൽ വന്ന് കാണാൻ വന്നവരും ബന്ധുക്കളൊക്കെ വേണമെങ്കിൽ വന്നിട്ട് ആ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, വിഷമിക്കണ്ട, കരയണ്ട. അതുപോലെ ഒരുത്തൻ ദേ മുമ്പിൽ നിൽക്കുക, എന്നിട്ട് ഈ സ്ത്രീയെ തട്ടിയിട്ട് പറഞ്ഞു, കരയണ്ട. എത്രയോ പേര് പറഞ്ഞതായി ഇത് കരയണ്ടെന്ന്.
എത്രയോ പേര് വിഷമിക്കണ്ടെന്ന് പറഞ്ഞതാ. അതുപോലെ ഒരുവൻ അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അടുത്ത വചനം വായിച്ചാൽ കാര്യത്തിന്റെ ഗതി മാറുന്നത് നമ്മൾ മനസ്സിലാകും. ഒന്ന് വായിച്ചേ 14-ാം തിരുവചനം. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് മുന്നോട്ട് വന്നു? ഈശോ മുന്നോട്ട് വന്നു. നിന്റെ വിലാപയാത്രയുടെ മുൻവശത്തേക്ക്, നിന്റെ ദുഃഖത്തിന്റെ അടുത്തേക്ക് വരുന്ന ഒരു യേശു, ഒരു രക്ഷകൻ. ഹീസ് എലൈവ്. ഇന്നും ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ വിലാപയാത്ര, ചിലരുടെ ജീവിതം മുഴുവൻ വിലാപയാത്രയാണ്. കരച്ചില്, കണ്ണുനീര്, ദുഃഖം, അത് മാത്രമേ ഉള്ളൂ. നീ വിശ്വസിച്ചോ? നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിലെ വിലാപയാത്രയില് നിന്റെ പക്കലേക്ക് വന്നിട്ട് നിന്നെ തൊടുന്ന യേശു, നിന്റെ പക്കലേക്ക് വന്ന് തൊടും. ആ വിഷയത്തിൽ ഇടപെടുന്ന യേശു. വെറുതെ കരയേണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ പോലത്തെ ഒരു പറച്ചിലല്ല ഇത്. പലരും നിന്നോട് പറഞ്ഞ് വിഷമിക്കണ്ട വിഷമിക്കണ്ടെന്ന്, അങ്ങനെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞൊരു പറച്ചിലല്ല ഇത്. മറിച്ച് ആ പറച്ചിലിന് അർത്ഥമുണ്ടെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ഈ കാര്യം അതിശക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, അതിശക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാര് ഇതാ കടലില് വലിയ തിരമാല ഉയർന്നപ്പോ ഇങ്ങനെ വിഷമിക്കും. എന്നാ ചെയ്യും? എടുത്ത് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 19-20. 6-ാം അധ്യായത്തില് ഇതാ ശിഷ്യന്മാരെ കുറിച്ചൊരു വചനം ഉണ്ട്. ഒന്ന് വായിച്ച വചനം ഒന്ന് വായിച്ചേ. 25-30 സ്ഥാദിയോൻ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. ഞാനാണ്, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. അവരുടെ പക്കലേക്ക് ഈശോ കടന്നു വന്നു. അവരുടെ പക്കലേക്ക് കടന്നു വന്നു. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു ഈശോ, നിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു ഈശോ ഇന്നും ജീവിക്കുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പണ്ടെങ്ങാണ്ട് നടന്നൊരു കാര്യമൊന്നുമല്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ പക്കലേക്ക് ഈശോ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ പോട്ട ആശ്രമത്തില് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത് ഇന്നും സംഭവിക്കുന്ന കാര്യമാണ്. പണ്ടെങ്ങാണ്ട് സംഭവിച്ച കാര്യം മാത്രമല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്ന ദൈവം അത് നിന്നിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം ഒരമ്മ വന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അച്ഛാ, എൻ്റെ മകള് UK പഠിക്കുന്നു. ഒത്തിരി സ്വപ്നത്തോടു കൂടി അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. വീട് ബാങ്കിൽ ലോൺ വെച്ചിട്ട് എടുത്തിട്ടിരിക്കുക. കഷ്ടപ്പാടില്ല അച്ഛാ, ആരും സഹായിക്കാനൊന്നും ഇല്ല, കഷ്ടപ്പാടാ. ഈ അമ്മ വന്നിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഇങ്ങനെ, അച്ഛാ, കഴിഞ്ഞ ദിവസം മോള് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അമ്മേ, എൻ്റെ പഠനം അത് വഴിമുട്ടി നിൽക്കുക. ചോദിച്ചപ്പോഴത്തേക്ക് ആ പെൺകുട്ടി പറഞ്ഞത്, പഠിപ്പിക്കുന്ന പ്രൊഫസർ ഇവരുടെ അസൈൻമെന്റ് അത് സ്വീകരിക്കുന്നില്ല. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വളരെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പൊ ഈ അമ്മ മകളോട് പറഞ്ഞു, മോളെ, ആ പ്രൊഫസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. UK മകളോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, നിനക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നീ ആ പ്രൊഫസർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവളും ഇവളുടെ കൂട്ടത്തിലുള്ള ഒരു പറ്റം കുട്ടികളും ഇവരുടെ ഭാവി ജീവിതം മുഴുവൻ വഴിയടഞ്ഞിരിക്കും. ഇനി എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പറഞ്ഞത് കേട്ടിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവർ താമസിക്കുന്ന സ്ഥലത്തിരുന്ന് കൊന്ത ചൊല്ലി ആ പ്രൊഫസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം അവരവിടെ നിന്ന് ഒരു മെയിൽ അയച്ചു ഈ പ്രൊഫസർക്ക്. ഞങ്ങൾക്ക് ചില തെറ്റുകളൊക്കെ പറ്റി,
സാർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അസൈൻമെൻ്റ് ഒക്കെ ഒന്ന് സ്വീകരിക്കണം, ഞങ്ങളുടെ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മെയിൽ ചെന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പറയും, ഇത്രയും നാളും ഇവരുടെ ഒരു അസൈൻമെൻറ്റും സ്വീകരിക്കാതെ ഇവരോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിരുന്ന ആ വ്യക്തി പറഞ്ഞു, യെസ് ഐ വിൽ അക്സെപ്റ്റ്, നിങ്ങൾക്ക് 2 ദിവസം കൂടെ തരാം. ഇവരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഈ അമ്മ വന്നിട്ട് പറയാ, അച്ഛാ ആ കുട്ടികൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്, ആ പ്രതിസന്ധി നടുവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഓർത്തപ്പോ കർത്താവ് അവരുടെ പക്കലേക്ക് വന്ന് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതുപോലെ ആയിരക്കണക്കിന് സംഭവങ്ങൾ പറയാനുണ്ട്. യെസ്, ആയിരക്കണക്കിന് സംഭവങ്ങൾ പറയാനുണ്ട്, ഇല്ലേ? ഇഷ്ടംപോലെ ഉണ്ട് പറയാൻ മാത്രം. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാം തീർന്നു എന്ന് കരുതിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയത്തിൽ ഇടപെടുന്നു. ഈശോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആരും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം എത്ര തകർന്നടിഞ്ഞൊരവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, ഈശോ പറയുന്ന എന്തെന്നറിയോ? നീ കരയണ്ട, നീ കരയണ്ട. നിന്റെ പ്രശ്നത്തിൽ ഇടപെടുന്നൊരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ വിലാപയാത്രയെ സന്തോഷഭരിതമാക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശവമഞ്ചത്തിലെ ഈ യുവാവ് ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? സകലതും നഷ്ടപ്പെട്ടതിൻ്റെ പ്രതീകം. ഇനി ജീവിതത്തിൽ മുമ്പോട്ട് നോക്കുമ്പോൾ എന്നതാ ഉള്ളേ? എല്ലാം തീർന്നു. സങ്കടത്തിൻ്റെ പ്രതീകം, സങ്കടത്തിൻ്റെ പ്രതീകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. കണ്ണു തുറന്ന് പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നായിമിലെ വിധവയുടെ അനുഭവമാണ് നമുക്ക് ഉള്ളത്. ജീവിതം പലപ്പോഴും ഒരു വിലാപയാത്രയാണ്. അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പെട്ടുന്നു. എല്ലാം തീർന്നുവെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ പരിശുദ്ധ അൽത്താര സഹോദര സഹോദരി നിന്നെ പഠിപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അസ്വസ്ഥപ്പെട്ടാലും ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയങ്ങളിൽ ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായ വിഷയങ്ങളിൽ ഇടപെടും. വിശ്വസിക്കുക. മനുഷ്യൻ്റെ പദ്ധതി അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കും. ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഈശോയെ, എൻ്റെ ജീവിതം പലപ്പോഴും ഞാൻ സ്വപ്നം കണ്ടതുപോലെയല്ല, ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല. ഒത്തിരിയേറെ തകർച്ചകളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും അപ്രതീക്ഷിത സംഭവങ്ങളും കർത്താവെ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എന്താണോ നിന്റെ ദുഃഖം, ആ ദുഃഖം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ വിഷയത്തിൽ കർത്താവെ അങ്ങ് ഇടപെടണമേ. ഈശോയെ, ഈ വിഷയത്തിൽ കർത്താവ് അങ്ങ് ഇടപെടണമേ. ഏതാണോ നീ ദുഃഖം, ആ ദുഃഖം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ കർത്താവ് തിരിച്ചു നൽകും. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ രോഗപീഠകളാവും. രോഗം, അപ്രതീക്ഷിതമായുണ്ടായ ചില രോഗപീഠകൾ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചെന്ന് കരുതുന്ന കാര്യങ്ങൾ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ, കിടപ്പിലായ അവസ്ഥ. ചില രോഗികളൊക്കെ വീടുകളിൽ ആശുപത്രി കിടക്കയിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എല്ലാം അവസാനിച്ചുവെന്ന് കരുതി നീ നിന്നെ തന്നെ അവസാനിപ്പിക്കാൻ വരട്ടെ. കർത്താവ് ഇടപെടാൻ നീ അവസരം കൊടുക്ക്.
കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഈശോട് പറയും, ഈശോയെ, ഇതാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ. മാനസികമായി വലിയ ദുഃഖവും ഭാരവും അനുഭവിക്കുന്നവരുണ്ട്. മാനസികമായി വലിയ ദുഃഖവും ഭാരവും. ചില ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് പിന്നീട് മനസ്സും അടുത്ത് ജീവിതം തന്നെ മടുത്തവരുണ്ട്. ഇത്രയധികം ഞാൻ സ്നേഹിച്ചിട്ടും മറ്റുള്ളവർ എന്നെ പരിഗണിച്ചില്ലല്ലോ, എന്നെ സ്നേഹിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്തിനാണ് എൻ്റെ ജീവിതമെന്ന് ഭാരപ്പെടുന്നവരുണ്ട്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കും. കർത്താവ് പറയുന്നു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടും വിലാപയാത്രയിൽ പങ്കെടുത്തും മാത്രം ജീവിച്ച പോരാ, നിന്നെ കർത്താവ് ഇതാ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടല്ലോ. വിചാരിച്ചതുപോലത്തെ ഒരു വിവാഹ ജീവിതമല്ല, സ്വപ്നം കണ്ടതൊന്നുമല്ല എൻ്റെ ജീവിതം. കുടുംബജീവിതത്തിൽ ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഇനി എന്ത് ചെയ്യും? ഈശോയെ, നീ പുതുക്കി പണിയണമേ. നഷ്ടപ്പെട്ട സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു നൽകണം. നഷ്ടപ്പെട്ട ബന്ധം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. സ്നേഹത്തിൽ ഞങ്ങളെ പുതുക്കി പണിയണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, കർത്താവ് തന്നതല്ലേ മക്കൾ, ആ മക്കളെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിദേശത്ത് ജോലിക്കും പഠനത്തിനൊക്കെ ആയിട്ട് പോയിട്ടുള്ള മക്കളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കൾ ഈ ശുശ്രൂഷയിലുണ്ട്. മക്കളുടെ അനുസരണക്കേട്, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു, ഞങ്ങളെയൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇതാ ഈശോ പറയുന്നു, വിഷമിക്കണ്ട, ഈ മക്കളെ കർത്താവ് തിരിച്ചു നൽകും. നീ വിശ്വസിക്കുക. ആ മക്കളിൽ വചനത്തിൻ്റെ അഭിഷേകം കടന്നു ചെല്ലും. മരിച്ചവൻ എഴുന്നേറ്റിരുന്നത് പോലെ നിന്റെ മകനും മകളും വീണ്ടും തിരിച്ചു വരും. അതേത് അനുഭവത്തിലൂടെയാണെങ്കിലും കർത്താവ് തിരിച്ചു നൽകും. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയേ, 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാ